നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജി സുകുമാരൻ നായരെ വീണ്ടും കോൺഗ്രസ് പൊളിറ്റിക്സിലെ പവർ ബ്രോക്കറാക്കാൻ അനുവദിക്കരുതെന്ന് വി.ഡി. സതീശൻ. തന്റെ മുഖ്യമന്ത്രി പദവി വെട്ടാൻ സുകുമാരൻ നായർ അണിയറയിൽ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ പഴയ കെ കരുണാകരൻ ശൈലിയിലേക്ക് വഴിമാറാൻ സതീശൻ തീരുമാനിച്ചതായി അറിയുന്നു. സുകുമാരൻ നായരെ മുന്നിൽ നിർത്തിയായിരിക്കും സതീശൻ കളി നയിക്കുക. അതായത് സുകുമാരൻ നായർ താക്കോൽ സ്ഥാനം ഉറപ്പിക്കാൻ ശ്രമിച്ചാൽ സതീശൻ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ല. കെ കരുണാകരൻ ശൈലി കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് അത്ര പരിചിതമല്ല. 2001 എ.കെ. ആന്റണി വൻ ഭൂരിപക്ഷത്തിൽ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റപ്പോഴാണ് കരുണാകരൻ ഇഫക്റ്റ് കേരളത്തിൽ ആഞ്ഞടിക്കുന്നത്. ഉമ്മൻചാണ്ടി തന്റെ ആത്മകഥയിൽ 2001-2006 UDF കാലത്തെ സംഘടനാ പിഴവുകളെ വിശേഷിപ്പിച്ചത് വണ്ടേ നീ ചാവുന്നു വിളക്കും കെടുത്തുന്നു എന്നാണ്. രാഷ്ട്രീയ കേരളം പുതിയ നൂറ്റാണ്ടിൽ പ്രവേശിച്ച ശേഷം 2001 നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വപ്നതുല്യമായ നേട്ടങ്ങളുടേതായി. ആകെയുള്ള 140 നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ UDF 100 സീറ്റുകളോടെ അധികാരത്തിൽ വന്നു. കഴക്കൂട്ടത്തു നിന്നും വിജയിച്ച വിമതനെ കൂടി 100 സീറ്റ് മുന്നണി നേടി. 88 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് മാത്രം 63 എണ്ണം വിജയിച്ചു. 2001 100 സീറ്റിന്റെ തകർപ്പൻ ജയം. പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു ഒരു തവണ. 2001 മിന്നും ജയത്തിന്റെ കണിക പോലും ഇല്ലാതെ അതിന്റെ 1/3 സീറ്റിലേക്ക് ഒതുങ്ങി തുടർച്ചയായി 2 തോൽവി. 2026 വീണ്ടും 2001 ആവർത്തിച്ചു. അതേസമയം ലോക്സഭയിലെ കണക്കുകളിൽ കോൺഗ്രസിന് നേരെ തിരിച്ചുള്ള ഫലം ലഭിക്കുന്നു. 2004 വാജ്പേയി സർക്കാർ 5 വർഷം പൂർത്തിയാക്കിയ ശേഷം നടത്തിയ തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് മറ്റു പല സംസ്ഥാനങ്ങളിലും വൻ വിജയം നേടി. പക്ഷേ കേരളത്തിൽ അമ്പേ പരാജയപ്പെട്ടു. എന്നാൽ പിന്നാലെ വന്ന 2009 അവർ നില മെച്ചപ്പെടുത്തി. 2014 ആ നിലയിൽ അവർ മുന്നോട്ട് പോയി. 2019 UDF മൊത്തത്തിൽ 19 സീറ്റ് നേടി. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്രമേ പരാജയപ്പെട്ടുള്ളൂ. 2024 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. ബാക്കി സീറ്റിലെല്ലാം അവർ വിജയിച്ചു. 2019 ലോക്സഭാ സീറ്റിലെ വിജയ കണക്കും കൊണ്ടാണ് 2021 നിയമസഭയിലെ മത്സരത്തിന് ഇറങ്ങിയത്. എന്നാൽ കളം മാറിയത് കോൺഗ്രസ് അറിഞ്ഞിരുന്നില്ല. അതിനാൽ മൊത്തം മത്സരിച്ച സീറ്റിൽ 1/3 പോലും ജയിച്ചില്ല. 2001 മെയ് 17 എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായി അധികാരമേറ്റു. പക്ഷേ കോൺഗ്രസിന് വിജയത്തിലേക്ക് നയിച്ച KPCC പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ളയെ ഒഴിവാക്കി കരുണാകരന്റെ മകൻ കെ മുരളീധരനെ പാർട്ടി പ്രസിഡന്റാക്കുന്ന ചടങ്ങാണ് മുഖ്യമന്ത്രി പങ്കെടുത്ത ആദ്യ പരിപാടി. അതിന് തൊട്ടുമുമ്പ് വരെ നിലനിന്നിരുന്ന ഗ്രൂപ്പ് പോരിന് വിരാമമായി എന്നും ഇനി ഐക്യത്തോടെയുള്ള മുന്നോട്ട് പോക്ക് എന്നുമായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഒരു പാർട്ടി സംഘടനാപരമായി എങ്ങനെ കൊഴിഞ്ഞു പോകുന്നു എന്നതിന് ഉദാഹരണമായിരുന്നു പിന്നീടുള്ള 25 വർഷങ്ങളിൽ അരങ്ങേറിയത്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇക്കുറി ഒഴിവാക്കപ്പെട്ടാൽ തെന്നല ഒഴിവാക്കപ്പെട്ടതുപോലെ ഇരിക്കും. 2001 അധികാരമൊഴിഞ്ഞ ഇടതുമുന്നണി സർക്കാരിന്റെ ശേഷിപ്പായ ഒഴിഞ്ഞ ഖജനാവ്, കല്ലുവാതുക്കൽ മദ്യ ദുരന്തം, വിദ്യാഭ്യാസ രംഗത്തെ പിടിപ്പുകേടി എന്നിവ UDFന് നേട്ടമായെങ്കിലും ഇക്കാലയളവിൽ കേരളത്തിലെ എല്ലാ സാമുദായിക വിഭാഗങ്ങളുടെയും ഭൂരിപക്ഷ പിന്തുണ ലഭിച്ച ഒടുവിലത്തെ കോൺഗ്രസ് സർക്കാർ കൂടിയായിരുന്നു അത്. തന്നെ വീഴ്ത്തുന്നതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ച ഉമ്മൻചാണ്ടിയെ മന്ത്രിസഭയിൽ നിന്ന് KV തോമസ് എന്ന കാർഡ് ഇറക്കി വിജയകരമായി വെട്ടിയ കരുണാകരന്റെ കളി തുടക്കത്തിൽ തന്നെ സർക്കാരിന് മേൽ നിഴൽ വീഴ്ത്തി. തൊട്ടു പിന്നാലെയായിരുന്നു മോഡേണൈസേഷൻ ഗവൺമെന്റ് പ്രോഗ്രാമിന്റെ പേരിൽ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ച നടപടിയും അതിനെതിരായ സമരവും സ്വാശ്രയ കോളേജ് ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദവും നിയമക്കുരുക്കും. പിന്നാലെ മാറാട് കലാപവും മുത്തങ്ങ വെടിവെപ്പും സർക്കാർ പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തി. 2003 സെപ്റ്റംബർ 3 നടന്ന എറണാകുളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്വതന്ത്രന് അനുകൂലമായി കരുണാകരൻ സ്വീകരിച്ച പരസ്യ അനുകൂല നിലപാട് ആദ്യ പ്രഹരമേൽപ്പിച്ചു. പിന്നീട് കരുണാകരനെ സമാശ്വസിപ്പിക്കാൻ മുരളീധരനെ മന്ത്രിസഭയിലെടുത്തു. പക്ഷേ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ ജനം മുഖം തിരിച്ചതോടെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കുന്ന സംസ്ഥാനത്തെ ആദ്യ രാഷ്ട്രീയക്കാരനായി മുരളീധരൻ. ആ റെക്കോർഡ് ഇനിയും തിരുത്തപ്പെട്ടിട്ടുമില്ല. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഭരണത്തിലെ പിഴവുകളും കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലും പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. വൻ ഭൂരിപക്ഷം ലഭിച്ച സർക്കാർ നിലം പൊത്തി. വെറും 3 വർഷത്തിനു ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 മെയ്യിൽ 20ൽ 19 സീറ്റിലും UDF തോറ്റു. കോൺഗ്രസിന് ഒരൊറ്റ MP പോലും ലോക്സഭയിൽ കേരളത്തിൽ നിന്നുണ്ടായില്ല. VM സുധീരനും ആദ്യമായി മത്സരിച്ച ജോസ് കെ മാണിയും ഉൾപ്പെടെ തോറ്റു. തുടർന്ന് ഓഗസ്റ്റ് 29 ആന്റണി നാടകീയമായി രാജി പ്രഖ്യാപിച്ചു. 2004 ഓഗസ്റ്റ് 31 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ അധികാരമേറ്റു.
20 മാസം മുന്നിലുണ്ടായിരുന്ന സർക്കാരിനെ കാത്ത് ഐസ്ക്രീം കേസ് ലോകായുക്ത കേസിൽ ഇടപെട്ടതിനെ കെ രാമചന്ദ്രൻ മാസ്റ്ററും ഹൈക്കോടതി പരാമർശത്തിന് KP വിശ്വനാഥനും രാജിവെക്കേണ്ടി വന്നു. ഐസ്ക്രീമിൽ അലിഞ്ഞ് PK കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചു. ഇതിനൊപ്പമായിരുന്നു കരുണാകരന്റെ വിമത നീക്കം. 3 മേഖലാ റാലികൾ പ്രഖ്യാപിച്ച ലീഡർ അവ സർക്കാർ നിരോധിച്ചാൽ നിരോധനത്തിനെതിരെ റാലി നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. 2005 ഫെബ്രുവരി 8 കോഴിക്കോട്ടെ ആദ്യ റാലിക്ക് മുന്നോടിയായി മുരളീധരൻ UDF ഏകോപന സമിതിയിൽ നിന്നും രാജിവെച്ചു. പിന്നാലെ നേതൃത്വം മുരളിയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് സസ്പെൻഡ് ചെയ്തു. ആന്റണി ഇതിനെതിരായിരുന്നുവെങ്കിലും നേതൃത്വം വഴങ്ങിയില്ല. റാലിയിൽ 16 MLA-മാരാണ് പങ്കെടുത്തത്. മാർച്ച് 21 കൊച്ചിയിൽ 13 MLA-മാരെ അണിനിരത്തി 2ാം റാലി നടത്തി. ഏപ്രിൽ 10 മുരളീധരനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കി. തിരുവനന്തപുരത്ത് 9 MLA-മാരെ അണിനിരത്തി 3ാം റാലി നടത്തിയതോടെ കോൺഗ്രസ് പിളർപ്പിന്റെ ചരിത്രസന്ധിയിലാണെന്ന് ഏവർക്കും ബോധ്യപ്പെട്ടു. 2005 മെയ് 1 തൃശൂരിൽ വെച്ച് കരുണാകരൻ മുരളീധരൻ അധ്യക്ഷനായി പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു, നാഷണൽ കോൺഗ്രസ് ഇന്ദിര. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടക്കിട്ടതോടെ ഡെമോക്രാറ്റിക് ഇന്ദിര കോൺഗ്രസ് DIC എന്ന പുതിയ പേരിട്ടു. തുടർന്ന് ജൂണിൽ നടന്ന കൂത്തുപറമ്പ് അഴീക്കോട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും നവംബറിലെ തിരുവനന്തപുരം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും UDF തോറ്റു. ഘടകകക്ഷികളായ കേരള കോൺഗ്രസിലെ ജേക്കബ്, R ബാലകൃഷ്ണ ഗ്രൂപ്പുകൾ മുന്നണി വിട്ടു. ഒടുവിൽ കൈവശം വെച്ചിരുന്ന വജ്രായുധം ഉമ്മൻചാണ്ടി ഉപയോഗിച്ചു. SNC ലാവ്ലിൻ കേസ് CBI അന്വേഷണത്തിന് വിട്ടുകൊണ്ടാണ് 2006 കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. 2001 63 സീറ്റിൽ നിന്നും 2006 കോൺഗ്രസിന്റെ MLA-മാരുടെ എണ്ണം 24 ചുരുങ്ങി. 2011 കഷ്ടിച്ച് ജയിച്ചുവെങ്കിലും കോൺഗ്രസിന് ഉയർപ്പുണ്ടായില്ല. 2011 കോൺഗ്രസ് അധികാരത്തിലെത്തിയെങ്കിലും ജയിച്ചതിനേക്കാൾ സീറ്റിൽ തോൽക്കുകയാണ് സംഭവിച്ചത്. മത്സരിച്ച 81 സീറ്റിൽ 43 സീറ്റിൽ പരാജയപ്പെടുകയും 38 സീറ്റിൽ വിജയിച്ചു. കോൺഗ്രസിന്റെ സംഘടനാപരവും രാഷ്ട്രീയവുമായ തകർച്ചയാണ് 2006 തെരഞ്ഞെടുപ്പ് ഫലം വിളിച്ചോതിയത്. കരുണാകരൻ കോൺഗ്രസ് വിട്ടതോടെ അണികളിൽ ബഹുഭൂരിപക്ഷം വരുന്ന I ഗ്രൂപ്പ് അണികൾ ഒന്നുകിൽ നിശബ്ദരാവുകയോ പാർട്ടി വിടുകയോ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്തു. നേതാക്കൾ ഭൂരിഭാഗവും വിധേയത്വം മാറ്റി സുരക്ഷിതരായി എങ്കിലും ഏതാണ്ട് 60% വരുന്ന അണികളാണ് ഛിന്നഭിന്നമായത്. I വിഭാഗത്തിലെ പ്രവർത്തകർ ഭൂരിഭാഗവും സാമുദായികമായി ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അവരിൽ മിക്കവരും പിന്നീട് BJP-യിലാണ് അഭയം തേടിയത്. ഇങ്ങനെയാണ് BJP വളർന്നത്. സംഘടനാപരമായി ബലഹീനമായതിനൊപ്പം കോൺഗ്രസിന്റെ സാമൂഹിക ഘടനയ്ക്കും വലിയ ആഘാതമായിരുന്നു പിളർപ്പ് സമ്മാനിച്ചത്. നായർ സമുദായത്തിൽ 60%, ഈഴവ സമുദായത്തിലെ 40 മുതൽ 50% വരെയും വോട്ടും ലഭിച്ചിരുന്ന കോൺഗ്രസിനെ ഈ 2 ശക്തമായ സമുദായങ്ങളും കൈയൊഴിയുന്നത് കൂടിയാണ് 2006 മുതൽ കണ്ടത്. 2007 കരുണാകരൻ കോൺഗ്രസിൽ തിരിച്ചെത്തിയെങ്കിലും പ്രവർത്തകർ ഒപ്പമുണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ കഥ അന്ന് കഴിഞ്ഞു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വിജയം വെറും സാങ്കേതികമായിരുന്നു. വോട്ടെണ്ണൽ മുതൽ മാറി മറിഞ്ഞ ലീഡ് നിലയ്ക്കൊടുവിൽ വെറും 4 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDF 72, LDF 68, ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രിയായി. കോൺഗ്രസിന് 38 MLA-മാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ പ്രതിപക്ഷത്തെ CPM-ൽ 45 MLA-മാരുണ്ടായിരുന്നു. ഇതിനിടയിൽ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന 5ാം മന്ത്രിസ്ഥാനം ഉൾപ്പെടെ കോൺഗ്രസിന്റെ മേൽ ന്യൂനപക്ഷ പ്രീണനം എന്ന ചാപ്പ കുത്തുകൂടി ചെയ്തതോടെ തെക്കൻ കേരളത്തിൽ കോൺഗ്രസിന്റെ ഹിന്ദു അനുകൂല ഘടനയ്ക്ക് ഇടിവുണ്ടായി. ഇതിനിടയിൽ CPM-ന്റെ MLA ആയ ശെൽവരാജിനെ അടർത്തിയെടുക്കാൻ ഉമ്മൻചാണ്ടിക്ക് സാധിച്ചു. CPM-ൽ നിന്നും MLA സ്ഥാനം രാജിവെച്ച ശെൽവരാജ് കോൺഗ്രസ് പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി ഉപതെരഞ്ഞെടുപ്പിൽ നെയ്യാറ്റിൻകരയിൽ മത്സരിച്ചു. 2012 ജൂണിൽ പിറവം, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചെങ്കിലും 5ാം മന്ത്രി വിവാദം കോൺഗ്രസിന് മേൽ ഭൂരിപക്ഷ സമുദായങ്ങൾക്കും ക്രൈസ്തവ സമുദായങ്ങൾക്കും അകൽച്ചുണ്ടാക്കുന്നതിനൊരു കാരണമായി. താക്കോൽ സ്ഥാനവും ബാർക്കോഴ വിവാദവും. NSS ജനറൽ സെക്രട്ടറി മന്ത്രിസഭയിലെ താക്കോൽ സ്ഥാനത്തേക്ക് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവരാത്തതിൽ അവസാന മുന്നറിയിപ്പ് നൽകിയത് ഇരട്ടടിയായി. 2014 ജാനുവരി 1 രമേശിനെ ആഭ്യന്തരമന്ത്രിയായി സർക്കാരിന്റെ ഭാഗമാക്കി. ഇതിനിടയിൽ ബാർക്കോഴ വിവാദത്തിൽപ്പെട്ട് ഹൈക്കോടതിയുടെ പരാമർശത്തെ തുടർന്ന് ധനമന്ത്രി KM മാണി 2015 നവംബർ 10 രാജിവെച്ച് മന്ത്രിസഭയിൽ നിന്നും പുറത്തുപോയി. ടൈറ്റാനിയം അഴിമതി, പാറ്റൂർ ഭൂമി കേസുകൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് എതിരായ ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി. എന്നാൽ 2013 ജൂണോടെ പുറത്തു വന്നു തുടങ്ങിയ സോളാർ വിവാദം ഒടുവിൽ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെയും വരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലെത്തി. സോളാർ വിവാദത്തിൽ ഒരു അന്വേഷണ കമ്മീഷന് മുന്നിൽ ആദ്യമായി ഒരു മുഖ്യമന്ത്രി മണിക്കൂറുകൾ മൊഴി നൽകുന്നതിനും കേരളം സാക്ഷിയായി. പതിറ്റാണ്ടുകളിലേറെ UDF-ന്റെ നെടുംതൂണായിരുന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്
മുന്നണി വിട്ട സാഹചര്യത്തിൽ കൂടിയാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിട്ടത്. 87 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് 21 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. നേമം സീറ്റിൽ ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്താൻ ഘടകകക്ഷിക്ക് അവസരമൊരുക്കിയ കോൺഗ്രസ് കേരളത്തിൽ ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു MLA സമ്മാനിച്ചുവെന്ന ദുഷ്പേര് കൂടി തെരഞ്ഞെടുപ്പ് ഫലം സമ്മാനിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയോടെ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതോടെ രമേശ് ചെന്നിത്തല പുതിയ പ്രതിപക്ഷ നേതാവായി. മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ട് കോവിഡ് കാല നടപടികളിലും 2 വെള്ളപ്പൊക്കങ്ങൾക്ക് ശേഷമുള്ള നിവാരണ പ്രവർത്തനങ്ങളിലും സ്വർണ്ണക്കടത്തിലും ആരോപണമുയർത്തിയ കോൺഗ്രസ് നേതാക്കൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും മനക്കോട്ടകൾ കെട്ടി. ചിലർ സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയം വരെ കുറിച്ചു. പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസിനെ ഞെട്ടിച്ചു. കോൺഗ്രസിലെ മത്സരിച്ച 93 സീറ്റിൽ 22 സീറ്റിൽ മാത്രം വിജയം. ചരിത്രത്തിൽ ആദ്യമായി LDFന് കേരളത്തിൽ ഒരു തുടർ ഭരണം. രാഷ്ട്രീയവും സംഘടനാപരവുമായി പാപ്പരായ ഒരു പാർട്ടിയാണ് തങ്ങളുടെ കൈവശമുള്ളതെന്ന സത്യം കോൺഗ്രസ് നേതാക്കളെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു ഈ പ്രകടനം. 2001 ശേഷമുണ്ടായ പിളർപ്പ് സംഘടനാപരമായി കോൺഗ്രസിനെ തളർത്തി. അതിനെ പുനരുജ്ജീവിപ്പിക്കുന്ന നില സ്വീകരിക്കാൻ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കും കഴിഞ്ഞില്ല. തുടർച്ചയായ ഒരു ദശകം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കോൺഗ്രസിനെ സാധാരണ പ്രവർത്തകരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥാപനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും കൈമോശം വന്നതോടെ കേന്ദ്രത്തിലെ തുടർച്ചയായ ഭരണത്തിന്റെ തണലിൽ BJPയും സംസ്ഥാന ഭരണത്തിൽ CPMഉം ഉയർത്തുന്ന വെല്ലുവിളി പ്രവചനാതീതമാണ്. ഒരിക്കൽ കോൺഗ്രസ് നേതാക്കളുടെ കൈവെള്ളയിൽ നിന്നിരുന്ന സമുദായങ്ങളും സംഘടനകളും ഇന്ന് അവർക്കൊപ്പമില്ല. അവരിൽ നല്ലൊരു വിഭാഗം CPMനോടാണ് അടുപ്പം കാണിച്ചത്. കോൺഗ്രസിൽ നിന്ന് അകന്ന ഹിന്ദു സമുദായ വിഭാഗങ്ങളിൽ ഒരു ഭാഗത്തെ തങ്ങൾക്കൊപ്പം നിർത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഇവരെയൊന്നും തങ്ങൾക്കൊപ്പം തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്ത കോൺഗ്രസിനെ മധ്യ കേരളത്തിലും മലബാറിലെ കുടിയേറ്റ മേഖലകളിലും ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള പിന്തുണയിൽ വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കിയത്. 2001 നിയമസഭയിലേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ കോൺഗ്രസിന് ലഭിച്ച വോട്ടുകളുടെ എണ്ണം 88 സീറ്റുകളിൽ നിന്നായി 49,40,883 ആയിരുന്നു. അതായത് 31.4% വോട്ട്. എന്നാൽ 2021 91 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് ലഭിച്ചത് 52,33,429 വോട്ട്, അതായത് 25.2%. ഇതിനിടയിൽ കടന്നുപോയ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ലഭിച്ച കണക്ക് ഇങ്ങനെയാണ്. 2011 81 സീറ്റിൽ നിന്നായി 46,10,328 വോട്ട്, അതായത് 26.4%. 2016 87 സീറ്റിൽ മത്സരിച്ചപ്പോൾ ലഭിച്ചത് 47,94,793 വോട്ട്, അതായത് 23.8%. 2021 മത്സരിച്ച സീറ്റുകളുടെ എണ്ണം 93 ഉയർന്നു. അപ്പോൾ ലഭിച്ചത് 52,33,429 വോട്ട്, അതായത് 25.2% എന്നിങ്ങനെയാണ്. അതായത് മത്സരിക്കുന്ന സീറ്റിന്റെ എണ്ണം കൂടിയിട്ടും നിയമസഭയിൽ കോൺഗ്രസിന് കാര്യമായ മുന്നേറ്റം സാധിക്കുന്നില്ല എന്നാണ്. ലോക്സഭയിലെ കണക്കുകളിൽ കോൺഗ്രസ് എല്ലാ സീറ്റിലും തോറ്റ 2004 17 സീറ്റുകളിൽ നിന്നായി 48,46,637 വോട്ട്, അതായത് 32.1% നേടി. 2009 17 സീറ്റിൽ നിന്നായി 64,34,486 വോട്ട്, അതായത് 40.1% കരസ്ഥമാക്കാൻ സാധിച്ചു. 2014 15 സീറ്റിൽ മത്സരിച്ചപ്പോൾ 55,90,285 വോട്ടും, അതായത് 31.5%. 2019 16 സീറ്റിൽ മത്സരിച്ച് 75,96,610 വോട്ടുമായി 37.5% കോൺഗ്രസിന് കുതിച്ചുകയറ്റം കാണാം. എന്നാൽ തൊട്ടു പിന്നാലെ വന്ന നിയമസഭയിൽ അടിപതറി 2024 16 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 70,03,971 വോട്ട് ലഭിച്ചത്. അതായത് ലോക്സഭയിൽ മുന്നേറിയ കോൺഗ്രസിന് നിയമസഭയിൽ അതിനനുസരിച്ചുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല എന്നതാണ്. എന്നാൽ ചരിത്രം അങ്ങനെ UDFന് വഴിമാറിയിരിക്കുന്നു. ഇത്തരത്തിൽ ചരിത്രം പെരുമാറുമ്പോഴൊക്കെ കോൺഗ്രസ് നന്ദികേട് കാണിക്കാറുണ്ടെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത്. തെന്നലയെ പോലെ വിധി തലകുനിച്ച് സ്വീകരിക്കാൻ ഒരിക്കലും സതീശൻ തയ്യാറാവുകയില്ല. അങ്ങനെ വന്നാൽ എന്ത് സംഭവിക്കും? അതിനുവേണ്ടിയാണ് കേരളം കാത്തിരിക്കുന്നത്.